ധനഹ തിരുനാൾ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച സീറോ മലബാർ സഭയുടെ ബൈബിൾ വായനകളിൽ ഒരു വലിയ രഹസ്യം സഭ ഒളിപ്പിച്ചു വയ്ക്കുന്നുണ്ട്. എന്നാൽ സങ്കടകരമെന്ന് പറയട്ടെ, പല വൈദികരും ഈ ഒരു രഹസ്യം ഇടവചനത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നത് കാണുന്നില്ല. എല്ലാ വർഷവും ഇതേ വചനഭാഗങ്ങൾ തന്നെയാണ് പഴയ നിയമത്തിലും ലേഖന വായനയിലും സുവിശേഷത്തിലും വായിക്കുന്നത്. ആ വചനഭാഗങ്ങൾ ഏതാണെന്നും അതിലൂടെ സഭ നൽകുവാൻ ഉദ്ദേശിക്കുന്ന അർത്ഥം എന്തെന്നും നമുക്ക് പഠിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധനകാലം എന്ന് പറയുന്നത് പ്രത്യക്ഷീകരണ കാലഘട്ടമാണ്. ധനഹ തിരുനാൾ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷീകരണം എന്നാണ് അർത്ഥം. യേശുക്രിസ്തു തന്നെ ആരാണ് താൻ എന്ന് വെളിപ്പെടുത്തുന്ന പ്രത്യക്ഷീകരണ കാലഘട്ടം. ഈശോയുടെ ജനനത്തിന് ശേഷം ഈശോ ജോർദാൻ നദിയിൽ സ്നാനം സ്വീകരിക്കുന്ന ആ സമയത്ത് രഹസ്യ ജീവിതത്തിന് ശേഷമുള്ള പരസ്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ക്രിസ്തു ആരാണ്, പരിശുദ്ധ തൃത്വം എന്താണെന്ന് ലോകത്തെ വെളിപ്പെടുത്തുന്ന ആ സുദിനമാണ് പെണ്ടിക്കുത്തി തിരുനാളായും രാക്കുളി തിരുനാളായും നാം ആഘോഷിക്കുന്നത്. ആ ധനഹ തിരുനാളിൽ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചയാണ് സഭ ഈ രഹസ്യം 3 വായനകളിലൂടെ തുറന്നിടുന്നത്. ഏതൊക്കെയാണ് ആ വചനഭാഗങ്ങൾ നമുക്ക് ആദ്യമേ കേൾക്കാം. പഴയ നിയമ വായന നാം കാണുന്നത് പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായത്തിലെ 13 മുതലുള്ള വചനങ്ങളാണ്. ഇനി ലേഖന ഭാഗത്തിൽ നാം കാണുന്നത് വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിലെ 5 മുതലുള്ള വചനങ്ങളാണ്. ഇനി സുവിശേഷ വായനയിൽ നാം കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 23 മുതലുള്ള വചനങ്ങളാണ്. എന്താണ് ഈ വചനങ്ങളിൽ സീറോ മലബാർ സഭ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന രഹസ്യം എന്ന് പറയാൻ പോവുകയാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ ദൈവം തൻ്റെ നാമത്തെ മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അത് ഇപ്രകാരമാണ്: ഞാൻ തന്നെ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 14-ാം വചനത്തിൽ നമ്മൾ അത് കാണുക. പഴയ നിയമത്തിലെ ഈ ഒരു വചനം പിന്നെ നാം സുവിശേഷത്തിൽ കാണുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുകയാണ്: യേശു ക്രിസ്തു പറയുന്നു, ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന്. ഇനി വീണ്ടും വെളിപാട് പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുകയാണ്: ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും നിത്യനുമായ ദൈവം, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഞാൻ ആദിയും അന്തവുമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിലൂടെ വെളിപ്പെടുത്തിയ ആ രഹസ്യം എന്തെന്നറിയാമോ? മോശയ്ക്ക് ദൈവം മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ട് സ്വന്തം പേര് വെളിപ്പെടുത്തി, ഞാൻ തന്നെ. ആ യാഹ്വേ തന്നെയാണ് യേശു ക്രിസ്തു എന്ന് അടിവരയിട്ട് യഹൂദന്മാരോട് യേശു പ്രഖ്യാപിക്കുന്ന ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 24-ാം തിരുവചനം. ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ഞാൻ യാഹ്വയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലൊക്കെ പല ക്രൈസ്തവ വിശ്വാസികളും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവരോട് പല മുസ്ലിം പണ്ഡിതന്മാരും ചോദിച്ചിട്ടാണ് അവർ ഈ ചോദ്യം കൊണ്ടുവരുന്നത്. യേശു ക്രിസ്തു തൻ്റെ സുവിശേഷ പ്രസംഗത്തിൽ എവിടെയെങ്കിലും താൻ ദൈവമാണെന്ന് സ്വയം അവകാശപ്പെട്ടിട്ടുണ്ടോ? ഇതാണ് ആ ചോദ്യം. ബൈബിളിൽ തിരഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ സാധിക്കില്ല യേശു സ്വയം ഞാൻ ദൈവമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, യഹൂദന്മാരുടെ ദൈവത്തിനൊരു പേരുണ്ട്. പേരില്ലാത്ത ദൈവത്തിന്റെ അവരുടെ പേരാണ് ഞാൻ തന്നെ, അഥവാ യാഹ്വേ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 14-ാം തിരുവചനത്തിലെ ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തിയ നാമമാണത്. യേശു സ്വയം ദൈവമാണ് എന്നല്ല അവകാശപ്പെടുന്നത്, മറിച്ച് യേശു സ്വയം യാഹ്വേ എന്ന ദൈവമാണ് എന്നാണ് അവകാശപ്പെടുന്നത്. ഞാൻ തന്നെ എന്ന പദം മലയാളത്തിൽ എത്തുമ്പോൾ
ഞാൻ തന്നെ എന്തിൽ പ്രതി അർത്ഥമൊന്നുമില്ലല്ലോ എന്നാണ് നമുക്ക് തോന്നുക. യേശു സംസാരിച്ച ഭാഷയിൽ ഞാൻ തന്നെ എന്ന് പറയുമ്പോൾ അർത്ഥം മാറുകയാണ്. കാരണം യഹൂദന്മാരുടെ ദൈവത്തിന്റെ നാമമാണ് യേശു പറയുന്നത്. ഞാൻ യാഹുവയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. സ്പഷ്ടമായ ആ വചനത്തിൽ ഒന്നുകൂടി നോക്കാം. ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു അർത്ഥവുമില്ല. കാരണം എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയുകയാണ്, ഞാൻ തന്നെയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് പറഞ്ഞാൽ അതിന് എന്താ അർത്ഥം? ഞാൻ തന്നെയാണെന്ന് നിങ്ങൾ എല്ലാവരും വിശ്വസിക്കുമല്ലോ. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, യഹൂദന്മാർ എന്താണ് ഞാൻ തന്നെ എന്നതിൽ അർത്ഥമാക്കുന്നത്. ദൈവം മോശയോട് പറയുകയാണ്, ഞാൻ ദൈവം, ഞാൻ തന്നെ യാഹ്വേ എന്ന് ദൈവം മോശയോട് പറയുകയാണ്. ഇതുപോലെ അതേ ദൈവം, മുൾപ്പടർപ്പിൽ മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട അതേ ദൈവം മനുഷ്യനായി അവതരിച്ച് യഹൂദന്മാരോട് പറയുകയാണ്, ഞാൻ യാഹ്വേ, ഞാൻ തന്നെ എന്ന് അതേ ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച് പറയുന്ന ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 8-ാം തിരുവചനം. ഇതെന്തുകൊണ്ട് പറയണമെന്നറിയാമോ? പല ക്രിസ്ത്യാനികളും വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, പഴയ നിയമത്തിലുള്ള ദൈവം പിതാവായ ദൈവം, പുതിയ നിയമത്തിലുള്ള ദൈവം പുത്രനായ ദൈവം, അപ്പസ്തോല പ്രവർത്തനങ്ങൾക്ക് ശേഷമുള്ള ദൈവം പരിശുദ്ധാത്മാവായ ദൈവം. ഇങ്ങനെ ദൈവത്തെ മൂന്നാക്കി തരംതിരിച്ചുകൊണ്ടാണ് ബൈബിളിലൂടെ പലരും കടന്നു പോകുന്നത്. എന്നാൽ യേശു പറയുന്നത് എന്താണെന്നറിയാമോ? പഴയ നിയമത്തിൽ മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് തന്നെ വെളിപ്പെടുത്തിയ അതേ ദൈവം തന്നെയാണ് ഞാനെന്ന്. അല്ലേ യഹൂദന്മാരെ, നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്നാണ് യേശു പറയുന്നത്. അതായത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഴയ നിയമത്തിൽ വെളിപ്പെടുത്തിയ അതേ ദൈവം തന്നെയാണ് യേശു ക്രിസ്തു എന്ന് ഞാനും നിങ്ങളും വിശ്വസിക്കുന്നില്ലെങ്കിൽ ഞാനും നിങ്ങളും പാപത്തിൽ മരിക്കുമെന്നുള്ള ഒരു വായന കൂടി ഇതിൽ ഉണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് പലരും പഴയ നിയമത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ദൈവം യേശു ക്രിസ്തുവിൽ നിന്ന് വിഭിന്നനായ ഒരു ദൈവമായി അവതരിപ്പിച്ചിരിക്കുക. അതിന് പല കാരണങ്ങളും പറയുന്നുണ്ട്. ഒരിക്കൽ ഒരു പാസ്റ്റർ ഇപ്രകാരം പറയുകയാണ്, പഴയ നിയമത്തിലെ ദൈവം പിശാചാണ്, പുതിയ നിയമത്തിലെ ദൈവമാണ് ദൈവം. കാരണം പഴയ നിയമത്തിൽ പഠിപ്പിച്ചിട്ടുള്ള പ്രബോധനങ്ങൾ പലതും യേശു ക്രിസ്തുവിന്റെ പ്രബോധനവുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ്. അതുകൊണ്ട് പഴയ നിയമത്തിലെ ദൈവം ക്രൂരനും ദുഷ്ടനുമായ പിശാചായ ദൈവമാണ്. ആ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ജനത്തെ രക്ഷിക്കാനാണ് പുതിയ നിയമത്തിൽ ദൈവം മനുഷ്യനായി വന്നത് എന്ന് പഠിപ്പിക്കുന്ന മാർസിയോണിസത്തിന്റെ ചിന്താധാരകളിലൂടെ കടന്നു പോകുന്ന പലരും സഭയുടെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. എന്നാൽ അങ്ങനെയല്ല. പഴയ നിയമത്തിൽ ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുത്ത മോശയ്ക്ക് ദൈവിക വെളിപാടിനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് പൂർവ്വകാലഘട്ടങ്ങളിൽ പ്രവാചകന്മാരുടെ ഘട്ടം ഘട്ടമായി സംസാരിച്ച അതേ ദൈവം ഈ കാലഘട്ടത്തിൽ, അതായത് യേശു ക്രിസ്തുവായി മനുഷ്യനായി ഇറങ്ങി വന്ന് തന്നെ പൂർണ്ണമായി വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. ഹെബ്രായ ലേഖകൻ 1-ാം ഇതാണ് പറയുന്നത്. അതായത് യേശു ക്രിസ്തു തന്നെ വെളിപ്പെടുത്തുന്നത് അതിൻ്റെ പൂർണ്ണതയിലാണ്. ഈ പൂർണ്ണത ആസ്വദിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പഴയ നിയമത്തിലെ പ്രവാചകന്മാർ ദൈവത്തെ വികലമായി വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിന് അപൂർണ വെളിപാട് എന്ന് സഭ പറയുന്നു. യഥാർത്ഥത്തിൽ ദൈവം ഇപ്രകാരമാണെന്നുള്ള വെളിപ്പെടുത്തലാണ് പുതിയ നിയമത്തിൽ നാം യേശു ക്രിസ്തുവിനെ കാണുന്നത്. ഇതാണ് ദനഹാ തിരുനാൾ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചയിലെ വായനയിലൂടെ സഭ തൻ്റെ മക്കളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ആ വലിയൊരു രഹസ്യം. അതാണ് വെളിപാട് പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മൾ കാണുക.
ആയിരിക്കുന്നതിനും ആയിരുന്നതിനും വരാനിരിക്കുന്നതിനും സർവശക്തനും നിത്യനുമായ ദൈവം, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഞാൻ ആദിയും അന്തവുമാകുന്നു. അനാദിയിലുള്ള അതേ ദൈവം തന്നെയാണ് യേശു ക്രിസ്തു എന്ന പരമമായ രഹസ്യത്തെ വെളിപ്പെടുത്തുന്ന, പ്രത്യക്ഷീകരിക്കുന്ന കാലഘട്ടമാണ് ധനഹ കാലഘട്ടം. ആ വെളിപാടിന്റെ പൂർണ്ണതയിലേക്ക് പ്രകാശം നമ്മെ നയിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.